ഹായ്, നമ്മുടെ ഞായറാഴ്ചത്തെ ഒരു ദിവസം കണ്ടല്ലോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ ചേച്ചി ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ തന്നെ ഞാനിപ്പുറത്ത് മുട്ട റോസ്റ്റും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ കുഞ്ഞിപ്പെണ്ണിനെ നോക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങളാണ് രാവിലെ അടുക്കള കയറിയത്. അങ്ങനെ നമ്മുടെ ചപ്പാത്തിയും മുട്ട റോസ്റ്റും ഇവിടെ റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ എല്ലാവർക്കും കൊടുത്തിട്ട് നമ്മൾ ചേട്ടനോട് ചോദിച്ചു കൊള്ളാമോ എന്ന്. അപ്പോൾ രാവിലേട്ടൻ പറഞ്ഞു കൊള്ളാമെന്ന്. പിന്നെ ചേട്ടത്തിയോട് ചേട്ടനോടും ചോദിച്ച് രണ്ടുപേരും പറഞ്ഞ് നല്ലതാണെന്ന്. എല്ലാവരും പറഞ്ഞ് നല്ലതാണെന്ന്. പിന്നെ നമുക്ക് കായംകുളം വരെ പോകണമായിരുന്നു. ഇവിടെ ചേട്ടനും ചേട്ടത്തെയും കൂടെ ഭയങ്കര തുണി കഴുകി നടക്കുവാണ്. അവർ തുണി കഴുകുന്നുണ്ടാകുമെന്ന് അറിയത്തില്ല, ഭയങ്കര മഴയും വരുന്നുണ്ട്. എൻ്റെ കൂട്ടുകാരുടെ കല്യാണം വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കായംകുളത്ത് അത്യാവശ്യമായിട്ടൊന്ന് പോകേണ്ടതുണ്ട്. അപ്പം നമ്മൾ അവിടുന്ന് അന്നേരം തന്നെ നമ്മൾ ഇനി ഇറങ്ങി. പിന്നെ നമുക്ക് കുറച്ച് ഫാൻസി സാധനമൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആദ്യം തന്നെ കായംകുളത്തൊരു ഫാൻസി കടയിലാണ് കയറിയത്. അങ്ങനെ നമ്മൾ കുറച്ച് പൊട്ടും നെയിൽ പോളിഷും ഒക്കെ നോക്കി. പിന്നെ കുറേ സാധനങ്ങൾ, ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ മേടിച്ചില്ലെങ്കിൽ നമുക്ക് എല്ലാത്തിൻ്റെ ഒന്ന് വില അറിയാനും എടുത്ത് നോക്കാതെ ഒരു മനസ്സമാധാനം വരത്തില്ലല്ലോ. അപ്പം നമ്മളെല്ലാം ഒന്ന് നോക്കി കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി നമ്മളിനി ഗിഫ്റ്റ് മേടിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് കടയിൽ ചെന്നിട്ട് ഏത് കൊടുക്കുക എന്നുള്ള കൺഫ്യൂഷൻ കാരണം ഇങ്ങനെ കുറേ നേരം നോക്കി നിന്ന് പിന്നെ കുറച്ച് കഥകളി എടുത്ത് പിന്നെ അത് വേണ്ട വേറെ കൊടുക്കാമെന്നുള്ളത് തീരുമാനത്തിലായി. പിന്നെ അത് കൂടാതെ അവിടെ ഇരുന്നതും എല്ലാ ചേട്ടനെ കൊണ്ട് എടുപ്പിച്ച് നമ്മൾ നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ ക്ലോക്കിൻ്റെ ഐറ്റംസിലോട്ട് നോക്കാൻ പോയി. പിന്നെ നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരു തടിയുടെ ഒക്കെ കളർ പോലെ ഇരിക്കുന്ന വലിയ ഒരെണ്ണമായിരുന്നു. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്, ഫോട്ടോ വെക്കാൻ പറ്റിയ അതുകൊണ്ട്. പിന്നെ അല്ലാതെ ഫോട്ടോയും ക്ലോക്കും കൂടെ ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇതാണ് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് എടുത്തത്. അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി നടന്നു പോകാൻ വയ്യാന്നും പറഞ്ഞ ഒരാൾ ഇവിടെ നിൽക്കുവാണ്. ഞാൻ ലിഫ്റ്റിലേ ഇറങ്ങുന്നുള്ളതെന്നും പറഞ്ഞ് ഇവിടെ ഒരാൾ ലിഫ്റ്റും കാത്ത് നിൽക്കുവാണേ. പിന്നെ നമ്മൾ ബില്ലൊക്കെ അടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മളെ വീട്ടിലോട്ട് തിരിച്ചു പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പം നമ്മൾ പോകുന്ന വഴി വെള്ളം കുടിച്ചിട്ട് പോകാമെന്ന് വേണ്ടി നമ്മളൊരു ജ്യൂസ് കടയിൽ കയറിയായിരുന്നു. നന്ദുചേട്ടൻ മുന്തിരി ജ്യൂസും ഞാൻ തണ്ണിമത്തൻ ജ്യൂസുമാണ് പറഞ്ഞത്. അവരത് രണ്ടും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ മാറിയും തിരിഞ്ഞും രണ്ടും കുടിച്ച് നോക്കി. രണ്ടും എനിക്കിഷ്ടപ്പെട്ടില്ല. ഏതാണ് നല്ലതെന്നറിയാൻ മാറിയും തിരിഞ്ഞും ഓരോന്ന് കുടിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടും എനിക്കിഷ്ടപ്പെടാഞ്ഞത് കാരണം രണ്ടും നന്ദുചേട്ടൻ തന്നെ കുടിച്ചു. പിന്നെ നമ്മൾ വരുന്ന വഴി വെട്ടിക്കോട്ട് അമ്പലത്തിൻ്റെ അവിടെ തന്നെ കമ്പിള നാരങ്ങയും കൊണ്ട് ഒരു അച്ഛനിരിക്കുന്നത് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ തന്നെ കണ്ടായിരുന്നു. നമ്മൾ തിരിച്ചു പോകുമ്പോൾ മേടിക്കാമെന്ന് കരുതി നമ്മളതൊക്കെ വന്ന് മേടിച്ചു. അത് വാങ്ങിച്ചുകൊണ്ട് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണേ. അങ്ങനെ നമ്മൾ വീട്ടിൽ ചെന്നപ്പോൾ തൻ്റെ അമ്മയും കുഞ്ഞിപ്പെണ്ണും കൂടെ അവിടെ ഇരിക്കുന്നു. കുഞ്ഞിപ്പെണ്ണ് പാല് കുടിക്കുവാണ്. ഞങ്ങളെ കണ്ടപാടെ കുഞ്ഞിപ്പെണ്ണ് വലിയ ജാടയൊക്കെ എടുത്തിരിക്കുമായിരുന്നു. പിന്നെ കൊച്ചച്ഛനെ കണ്ടപാടെ പെട്ടെന്ന് എണ്ണീറ്റൊക്കെ വന്ന് പിന്നെ എന്തോ കഴിക്കുന്നത് കാരണം വലിയ മൈൻഡൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുഞ്ഞിപ്പെണ്ണിനെ താഴെ കിടത്തിയിട്ട് അമ്മയും ചേച്ചിയും കൂടെ അടുക്കളയിലോട്ട് കയറി. ചേച്ചിയും അമ്മയും കൂടെ അടുക്കള വലിയ പാചകത്തിലൊക്കെയാണ്. അങ്ങനെ ഒരാൾ മുടി വെട്ടാനാണെന്നും പറഞ്ഞ് പോയിട്ട് മുടിയെ കളറൊക്കെ ചെയ്തുകൊണ്ട് വന്നതിന് അമ്മയും ചേച്ചിയും കൂടെ ഇരുന്നവരെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തെ സ്പെഷ്യൽ മീൻ കറി, മീൻ വറുത്തത്, സാമ്പാർ, മീൻ പറ്റിച്ചത്, ഉണക്കമീൻ ഉണ്ടായിരുന്നു, തോരനുണ്ടായിരുന്നു. ഇതെല്ലാം കൂട്ടി എല്ലാവരും കഴിക്കാതിരിക്കുകയാണ്. ചേച്ചി ഇങ്ങനെ ഓരോരുത്തർക്കും വിളമ്പി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ എല്ലാവരും കൂടെ ഒന്നിച്ച് ചോറുണ്ട് കഴിഞ്ഞ് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോയിരുന്ന് ഫോണിൽ കളിക്കുകയോ ഉറങ്ങുകയൊക്കെ ചെയ്യാണ്. അങ്ങനെ ഒരു 4 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന കമ്പിളി നാരങ്ങ എടുത്ത് മുറിച്ച്, നമ്മൾ നോക്കിയിട്ട് മുറിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ അമ്മ വന്നതെല്ലാം സെറ്റാക്കി മുറിച്ചെല്ലാം തന്നു. പിന്നെ നമ്മൾ ആ കമ്പിളി നാരങ്ങയ്ക്ക് നമ്മൾ കണ്ടതുപോലെ അതിനകത്തൊന്നും വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മളതെല്ലാം പിച്ചി പറിച്ചിട്ടിട്ട് അതിനകത്ത് മുളക് പൊടിയും ഉപ്പും കൂടെ മിക്സ് ചെയ്താണ് നമ്മളത് കഴിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കല്യാണത്തിന് പോകാനായിട്ട്, തിങ്കളാഴ്ചയാണ് കല്യാണം, നമ്മൾ ഞായറാഴ്ച വൈകിട്ട് വീട്ടിലേക്ക് പോകാനായിട്ട് ഒരുങ്ങാണ്. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. 1-ാം ക്ലാസ് തൊട്ട് ഞങ്ങൾ 7-ാം ക്ലാസ് വരെ ഒന്നിച്ച് പഠിച്ചതാണ്. അങ്ങനെ നമ്മൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അങ്ങനെ നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലെത്തി. ഇതാണ് പെണ്ണ്. അങ്ങനെ അവിടെ ദക്ഷിണ കൊടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. അങ്ങനെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയി വരുന്ന